ഗുരുവായൂരപ്പന്റെ ഭൂമി സമ്പത്ത് ആർക്കുള്ളതാണ്? ഹിന്ദുക്കൾക്കുള്ളതാണ്. അയ്യപ്പസ്വാമിയുടെ സമ്പത്തും ഭൂമിയും ഒക്കെ ആർക്കുള്ളതാണ്? ഹിന്ദുക്കൾക്കുള്ളതാണ്. അപ്പോ ഹിന്ദുക്കളുടെ ദൈവങ്ങളുടെ സമ്പത്ത് ഹിന്ദുക്കൾക്കുള്ളതാണ്, അല്ലാതെ മുസ്ലിങ്ങൾക്കുള്ളതാണ്, ക്രിസ്ത്യാനികൾക്കുള്ളതാണ് അല്ല. യേശുവിന്റെ സമ്പത്ത് ആർക്കുള്ളതാണ്? ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. അള്ളാഹുവിന്റെ സമ്പത്ത് ആരുടെയാണ്? മുസ്ലിങ്ങൾക്കുള്ളതാണ്. അവരവരുടെ ദൈവത്തിന്റെ സമ്പത്ത് അവരവരെടുക്കട്ടെ അല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റില്ല. ഇപ്പൊ സർക്കാരിന്റെ സമ്പത്തില്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, ഗുരുവായൂരപ്പനോട് ചോദിക്കുക, അയ്യപ്പസ്വാമിയോട് ചോദിക്കുക. അവരുടെയൊക്കെ സമ്പത്തുണ്ടല്ലോ, കടവട്ട് മേടിക്കാനല്ല. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ കോടിക്കണക്കിന് സമ്പത്തുണ്ട്, അവിടുന്ന് കടവട്ടെടുക്കാമല്ലോ. അല്ലെങ്കിൽ വെറുതെ ചോദിച്ചല്ലോ, ഗുരുവായൂരപ്പൻ തരില്ലേ, അള്ളാഹു തരില്ലേ, ഗണപതി തരില്ലേ? ചോദിക്കണം, സർക്കാർ ചോദിക്കണം, ചോദിക്കാതെ കിട്ടില്ലല്ലോ. സർക്കാരിനിപ്പോ കാശില്ല, ഭരണ സംവിധാനങ്ങൾ നടത്താൻ കാശില്ല. അപ്പോൾ സർക്കാർ ചോദിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹു തരും. അല്ല ഗണപതിയുടെ ഈ കോടിക്കണക്കിന് രൂപ ഉണ്ട്, ഗണപതിനോട് ചോദിക്കണം, അയ്യപ്പസ്വാമിനോട് ചോദിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തിരുവനന്തപുരത്ത് ദൈവം ഉണ്ടല്ലോ, എന്നാണ് ആ ദൈവത്തിൻ്റെ പേര് മറന്നുപോയി. ആ ദൈവത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ഉണ്ട്. അതേപോലെ അയ്യപ്പൻ്റെ അടുത്ത്, എല്ലാ ദൈവത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടല്ലോ. സർക്കാർ ചോദിക്കണം, ദൈവത്തോട് ചോദിച്ചാൽ സർക്കാരിന് ദൈവം തരും. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ കാശുണ്ട്, ഓരോരോ ദൈവങ്ങളുടെ കയ്യിലും ഇഷ്ടം പോലെ പൈസ സമ്പത്ത് കെട്ടിക്കിടക്കുകയാണ്. അപ്പം സർക്കാർ ചോദിക്കാതെ തരില്ലല്ലോ, ദൈവം വെറുതെ ഇങ്ങോട്ട് എടുത്തിട്ട് തരുമോ? ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. അയ്യപ്പസ്വാമി കുറച്ച് ഒരു 1000 കോടി രൂപ ഇങ്ങോട്ട് തരാമെന്ന് പറയുമ്പോൾ 1000 കോടി കിട്ടും. അല്ലാതെ നിങ്ങൾ ചോദിക്കാതെ, സർക്കാർ ചോദിക്കാതെ ചെയ്യുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതിക്ക് അറിയാം, കോടതിക്ക് അറിയാവുന്ന ഇതെല്ലാം. അതുകൊണ്ടല്ലേ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത്.